വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു ഒരു ഷർറ് നമുക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. അത് ഒരു നൂല് കൊണ്ടും ഒരു ചരട് കൊണ്ടും തകിട് കൊണ്ടും ഒന്നും തടയാൻ സാധിക്കുകയില്ല. ഇതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയും. വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ. അടുത്തത് രണ്ട് ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തൻ മിൻ സുഫർ. അദ്ദേഹം ഒരാളെ കണ്ടു, അയാളുടെ കയ്യിൽ ഒരു ലോഹത്തിന്റെ തകിട് കയ്യിലുണ്ട്, കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഫഖാല, അദ്ദേഹം ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണ്? ആ വ്യക്തി പറഞ്ഞു, മിനൽ വാഹിന. വാഹിന എന്ന് പറയുന്ന അസുഖം അത് മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. വാഹിന എന്ന് പറഞ്ഞാൽ തോള് തളർന്നു പോകുന്ന ഒരു അസുഖമാണ്, അതിനാണ് വാഹിനത്ത് എന്ന് പറയുന്നത്. ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം ഇതാണ് പറഞ്ഞത്. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇൻസിഅഹ, നീ അത് അഴിച്ചു മാറ്റുക. ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹ്നൻ. ഈ വാഹിനത്ത് എന്ന് പറയുന്ന തോള് തളർന്നു പോകുന്ന ഈ അസുഖം, അതിനുവേണ്ടി നീ നൂല് കെട്ടിയാൽ, ഈ മന്ത്രിചൂതിയ തകിട് കെട്ടിയാൽ, അതുകൊണ്ട് നിന്റെ ക്ഷീണം വർദ്ധിക്കുകയല്ല, അതൊന്നും സംഭവിക്കുകയില്ല, നിന്റെ അസുഖം കൂടുകയാണ് ചെയ്യാം. ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക്, ഇനി നീ ഈ തകിടുമായിട്ട് മരിച്ചു പോവുകയാണെങ്കിൽ, മാ അഫ്ലഹ്ത അബദൻ, നീ ഒരിക്കലും വിജയിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അടുത്ത ഹദീസ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമ്മല്ലാഹു ലഹു. ആരാണോ ഒരു തമീമത്ത്, ഒരു ഏലസ് കെട്ടിയിരിക്കുന്നത്, ഫലാ അതമ്മല്ലാഹു ലഹു, അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തി ചെയ്ത ആൾക്ക്, ഏലസ് കെട്ടിയവനെതിരെ പ്രാർത്ഥിക്കുകയാണ്, അവന്റെ ഉദ്ദേശം അള്ളാഹു നടപ്പിലാക്കാതിരിക്കട്ടെ. വമൻ തഅല്ലഖ വദഅതൻ, ആരാണോ വദഅത്ത് കെട്ടിയിരിക്കുന്നത്, വദഅത്ത് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നെടുക്കുന്ന ചിപ്പി പോലെയുള്ള ഒരു വസ്തു, ഒരു തോട്, അത് ഭാഗ്യത്തിന് വേണ്ടി കെട്ടാറുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരാണോ ഇങ്ങനെ ചെയ്തത്, ഫലാ വദഅല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കാതിരിക്കട്ടെ. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു ലഫ്ദിൽ വന്നിട്ടുള്ളത്, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ആരാണോ ഏലസ് കെട്ടിയത് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ രണ്ട് ഹദീസ് കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സഹാബത്തിന്റെ ഒരു അസറുണ്ട്. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, ഫീ യദിഹി ഖൈത്തും മിനൽ ഹുമ്മ, പനി വന്നതുകൊണ്ട്, പനിക്കുന്നുണ്ട് അയാൾക്ക്, അപ്പൊ പനി മാറാൻ വേണ്ടി ഒരു നൂല് കെട്ടിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ. ഫഖതഅഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ നൂല് മുറിച്ചു കളഞ്ഞു. വതല ഖൗലഹു തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്ക് ഖുർആനിലെ ആയത്ത് ഓതി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും മുശ്രിക്കുകളായിക്കൊണ്ടാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവർ മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ആയത്ത് ഓതി.